ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ച പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ആക്രമണമായ ഓപ്പറേഷൻ സിന്ദൂർ. നിരപരാധികളായ 26 ഇന്ത്യൻ പൗരന്മാരെയാണ് ഭീകരർ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഇന്ത്യയിലെ പുരുഷന്മാരെ കൊന്ന് അവരുടെ ഭാര്യമാരുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചതിന് മറുപടി എന്ന നിലയിലാണ് പാകിസ്ഥാനെതിരായ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത്. പഹൽഗാം ആക്രമണത്തിന് മറുപടി നൽകുന്നതിന്റെ ഭാഗമായി 22 മിനിറ്റ് കൊണ്ടാണ് 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തത്. ഇന്ത്യയുടെ കര, വ്യോമ, നാവിക സേനകൾ ചേർന്നാണ് ആക്രമണം നടത്തിയത്. പാക് പഞ്ചാബിലെ 5 കേന്ദ്രങ്ങളും പാക് അധിനിവേശ കശ്മീരിലെ 4 കേന്ദ്രങ്ങളും ഉൾപ്പെടെയുള്ള 9 ഭീകര കേന്ദ്രങ്ങളായിരുന്നു ഇന്ത്യ ലക്ഷ്യം വെച്ചത്. ഈ കേന്ദ്രങ്ങൾ തന്നെ ആക്രമിക്കാൻ ഇന്ത്യക്ക് കാരണവുമുണ്ടായിരുന്നു. ഇന്ത്യൻ മണ്ണിൽ നടന്ന പല ഭീകരാക്രമണങ്ങൾക്ക് പിന്നിലും പ്രവർത്തിച്ച സംഘടനകളുടെ എല്ലാം വേരുകൾ ഇവിടങ്ങളിലുണ്ടായിരുന്നു. മെയ് 7 നടപ്പിലാക്കിയ ഓപ്പറേഷൻ സിന്ദൂരിൽ 170 ഭീകരരെ വധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. അതേസമയം ഓപ്പറേഷൻ സിന്ദൂരിൽ വീട് നഷ്ടപ്പെട്ട ഇന്ത്യക്കാർക്കായി വീട് നിർമ്മിക്കാൻ തയ്യാറായിരിക്കുകയാണ് മിഷൻ സത്ഗ്രഹ. ഇന്ത്യയിലുടനീളമുള്ള ഭവനരഹിതരായ ആദിവാസി സമൂഹങ്ങൾക്ക് ഭവനം നൽകുന്നതിനായി HRDS ഇന്ത്യ ആരംഭിച്ച ഒരു ആദിവാസി ഭവന പദ്ധതിയാണ് സത്ഗ്രഹ പദ്ധതി. ഇപ്പോഴിതാ ഓപ്പറേഷൻ സിന്ദൂർ പുനരധിവാസ പദ്ധതിയും മിഷൻ സത്ഗ്രഹയും ചേർന്ന് നടത്തുന്ന ഈ ഒരു വലിയ കർത്തവ്യത്തിൽ ജമ്മു കാശ്മീരിലെ പ്രൊജക്ട് തസ്തികയിലേക്ക് ധാരാളം ഒഴിവുകൾ വന്നിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് പറയാം. 1. പ്രൊജക്ട് ഡയറക്ടർ. കുറഞ്ഞത് 5 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. 2. ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ. 5 വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. 3. ഡോക്യുമെന്റ് കൺട്രോളർ. 3 വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. 4. സിവിൽ എഞ്ചിനീയർ. 5 വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. 5. സിവിൽ സൂപ്പർവൈസർ. 3 വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. 6. സേഫ്റ്റി എഞ്ചിനീയർ. 3 വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. 7. ക്വാളിറ്റി അഷുറൻസ് എഞ്ചിനീയർ. 3 വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. അടുത്തത് ഫ്രണ്ട് ഡെസ്ക് ഓഫീസർ. 1 വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. അടുത്തത് ഓഫീസ് അസിസ്റ്റന്റ്. 1 വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. അടുത്തത് പ്രോജക്ട് അഡ്മിനിസ്ട്രേറ്റർ. 3 വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. ഡിപ്ലോമ, UG, PG എന്നിവയാണ് ഈ തസ്തികകളിലേക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത. 30,000 മുതൽ 1 ലക്ഷം വരെയാണ് ശമ്പളം. ഇംഗ്ലീഷ്, ഹിന്ദി, കശ്മീരി ഭാഷകൾ അറിഞ്ഞിരിക്കണം. ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് 91 96 67 58 6046 എന്ന നമ്പറിലോ ഡയറക്ടർ HR@HRDSindia.org എന്ന ഇമെയിലിലേക്കോ www.HRDSindia.org എന്ന വെബ്സൈറ്റിലേക്കോ അപേക്ഷിക്കാവുന്നതാണ്.